ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി ജീവനുള്ള ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും വീടാന്തരെല്ലാം കയറി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇന്നും ഈ ഹോളെല്ലാം നിറഞ്ഞ താഴത്തെ ഹോളിലെല്ലാമായി ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു ദിവസം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്നും മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ: കർത്താവേ, നീ എന്നെ ഇത്രത്തോളം സ്നേഹിക്കാൻ ഞാൻ എന്തുള്ളൂ എന്ന്. ഞാനൊരു ചെറിയ ഒരു പാട്ടിൻ്റെ ആമുഖം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അതിൽ ആ ആമുഖം പറയുന്നതായ ദൈവദാസൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. അനുഗ്രഹീതനായ ഒരു പഴയകാല ഭക്തന് പ്രകാരം പറഞ്ഞു അത്രേ: സമുദ്രത്തിലെ ജലം മുഴുവൻ മഷിയും, ഈ ഭൂമിയിലെ എല്ലാ വൃക്ഷങ്ങളും പേനയും, ആകാശം മുഴുവൻ കടലാസുമായിരുന്നു എങ്കിൽ അത് മുഴുവൻ എഴുതിയാലും ദൈവത്തിൻ്റെ സ്നേഹം, എന്നോടുള്ള സ്നേഹം എഴുതി തീരുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, അത് ഞാൻ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളം നന്ദി കൊണ്ട് നിറഞ്ഞു. ഞാൻ എൻ്റെ ഉള്ളത്തിലേക്ക് നോക്കി, കർത്താവേ, എങ്ങനെയാണ് ഈ മഹാഭാവിയായി എനിക്ക്, ഈ അഴുക്ക് നിറഞ്ഞതായി മനുഷ്യന് യേശുക്രിസ്തുവിനോട് സ്നേഹം കിട്ടിയത് എങ്ങനെയാണ് എന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനം, ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ വചനം, ഹൃദയങ്ങളെ തഴുകി കടന്നു പോകുന്നതായ ജീവശബ്ദം, ജീവൻ്റെ സ്വരം, എൻ്റെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ 22-ാമത്തെ വയസ്സിൽ മുറുക്കി ചുമപ്പിച്ച പല്ലും ബീഡി വലിച്ച് പൊള്ളിയ ചുണ്ടും പാറിപ്പറന്ന മുടിയുമുള്ള എൻ്റെ അരികിലേക്ക് കടന്നു വന്ന് എന്നെ തൊട്ടത് ഇന്നേക്ക് 32 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ ഇന്നലെയും ഞാൻ ഓർത്തു, ഇന്നും ഞാൻ ഓർക്കുന്നു, അന്ന് എൻ്റെ ഹൃദയത്തിൽ കിട്ടിയതായ ഒരു ദൈവസ്നേഹം ഇന്നും എൻ്റെ ഉള്ളിൽ ഏതോ ഒരു കോണിൽ യേശുവേ എന്ന് ഓർക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് വചനത്തിൽ നിന്ന് ഏതെങ്കിലും റെഫറൻസ് ബൈബിൾ എടുത്ത് പഠിച്ചത് ഏതെങ്കിലും എല്ലാം വേണമെങ്കിൽ പ്രസംഗിക്കാം. പക്ഷേ ഞങ്ങൾക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞങ്ങൾ ആരായിരുന്നു എന്നും, ഞങ്ങൾ എവിടെ കിടന്നവരായിരുന്നു എന്നും, ഞങ്ങൾ ഏതവസ്ഥയിലായിരുന്നു എന്നും, ദൈവത്തിന് സ്തോത്രം, 5 കൊല്ലങ്ങൾക്ക് മുമ്പ് 2020 ഈ ദൈവമക്കൾ ഞങ്ങളെല്ലാം ചിതറിപ്പോയ കാലം, എന്നാൽ വീണ്ടും ദൈവം ഒരുമിച്ച് ചേർത്ത് കർത്താവ് കണ്ട ജനത്തെ എല്ലാം ഒരുമിച്ച് നിർത്തി. ഞാൻ ഓർക്കുകയാണ്, 5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ 3 കുടുംബം, ഞാനും എൻ്റെ 2 സഹോദരിമാരും ഇന്നേക്ക് 28 കൊല്ലങ്ങൾക്ക് മുമ്പ് ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോൾ, അന്ന് അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ ദാസൻ്റെ നാവിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി, ഇതാ ഞാനും എനിക്ക് ദൈവം തന്ന എൻ്റെ മക്കളും മുപ്പിരിച്ചരട് അറ്റുപോകയില്ല എന്ന് പറഞ്ഞതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മുപ്പിരിച്ചരട് അറ്റുപോകാൻ ഇടയായില്ല. എന്നാൽ അവിടെ ഇവിടെ ചെറിയ ചെറിയ വിള്ളലുകളുണ്ടായി, ചെറിയ ചെറിയ അകൽച്ചകളുണ്ടായി. എന്നാൽ ഈ കാലങ്ങളിൽ ഇന്ന് ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളം നന്ദി കൊണ്ട് നിറയുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവിൻ്റെ കൃപ നമ്മുടെ അരികിലേക്ക് വന്ന് നിൽക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് കൂടി വരുന്നതായ ദൈവജനത്തെ ഓർക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ദൈവത്തോട് നന്ദിയാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് അനേകം ആവേശഭാരങ്ങളോടെയാണ്. ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കൂ, നിത്യനായ ദൈവത്തിൻ്റെ തേജസ്സുള്ള കരം, ആണിപ്പാടുള്ള യേശുക്രിസ്തുവിൻ്റെ ഒരു തുള്ളി രക്തം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നതായ കരം വന്ന് നിങ്ങളെ തൊടുമെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു നെഞ്ചുവേദന വന്നു. ECG എടുത്തപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞു. ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം, ആ ബ്ലോക്ക് അലിഞ്ഞു പോയി എന്നാണ് ജീവനുള്ള ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്കും ബ്ലോക്ക് വന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. നാം എത്ര ഭാഗ്യശാലികളാണ്. നിങ്ങളിങ്ങനെ ഉത്സാഹമില്ലാതിരിക്കരുത്, ചലനമില്ലാതിരിക്കരുത്. യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് വേണം ഇരിക്കാൻ. യേശുവേ, ഇപ്പോൾ ഈ സമയത്ത് എൻ്റെ അരികിലേക്ക് നീ കടന്നു വന്നിരിക്കുന്ന ഈ അനുഗ്രഹീതമായ സമയം ദൈവത്തിന് സ്തോത്രം, ഒരു നിമിഷം പോലും കളയരുത്, മയങ്ങിയിരിക്കരുത്,
തളർന്നിരിക്കരുത്, ഉത്സാഹത്തോടെ ഇരിക്കണം. യേശു അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ വേഗം വേഗം കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞോളണം. ഇന്ന് എന്തെല്ലാം ആഗ്രഹങ്ങളാണ്, എന്തെല്ലാം ആവശ്യങ്ങളാണ്, എന്തെല്ലാം വിഷയങ്ങളാണ്, ഏതെല്ലാം ജപ്തിയുടെ കാര്യങ്ങളാണ്, നിങ്ങളെ വേദനിപ്പിക്കുന്ന, ഹൃദയത്തെ കരയിപ്പിക്കുന്ന ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ, ആ കാര്യം ഇപ്പോൾ ഏറ്റുവാങ്ങാൻ യേശുക്രിസ്തു അരികിൽ വന്ന് നിൽക്കുന്നു എന്ന് നിങ്ങൾക്കിപ്പോൾ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഓരോ പ്രാവശ്യവും കൂടി വരുമ്പോൾ ഓരോന്നോരോന്നായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിസ്സാരമായ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് അത് എടുത്തു വാഴ്ത്തി അനുഗ്രഹിച്ചതെന്ന് ഇന്നുവരെയും ഒരു കാര്യത്തിനും മുട്ടില്ലാതെ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി അതിമനോഹരമായി നടത്തിക്കൊണ്ടുപോകുന്ന നല്ലവനായ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരുടെയും നാളും നാഴികയും നാം അറിയുന്നില്ല. നാം ഒരു പ്രാർത്ഥനാ യോഗത്തിന് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. നിത്യതയിൽ പോകാൻ തടസ്സമായി നിൽക്കുന്ന അനേകം പാപ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ പ്രകൃതത്തിലുണ്ട്. അത് കണ്ടെത്തി, അത് തിരുത്തി, അത് യേശുവിൻ്റെ രക്തത്താൽ കഴുകിയെടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കുന്ന ശുശ്രൂഷയാണ് ഏത് സുവിശേഷ യോഗത്തിലും നടക്കേണ്ടത്. കൃപയാൽ, ദൈവത്തിൻ്റെ അനന്ത കൃപയാൽ ആ ശുശ്രൂഷ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒന്ന് പാപങ്ങളെ കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ, ഈ ദാനിയേൽ എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ ഭൂമിയിൽ എന്താവശ്യമെന്ന് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അറിയുന്നുവെന്നല്ലോ എൻ്റെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവനെ വിളിക്കുന്നത് എന്താണ്? അപ്പ എന്നാണ് വിളിക്കുന്നത്. യേശുവിനെ അപ്പ എന്ന് വിളിക്കുന്ന ആരെല്ലാം ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്? അന്ന് നാം നിത്യതയിൽ ചെല്ലുമ്പോൾ നാം യേശുവിനോട് പറയും, എൻ്റെ യേശുവേ, നീ എന്നെ ഇത്രത്തോളം സ്നേഹിക്കാൻ ഞാൻ എന്തുള്ളൂ? പ്രിയരെ, ഞാൻ പറയട്ടെ, ഞാൻ ആരെയും വിധിച്ചുകൊണ്ട് പറയുകയല്ല. ഞാൻ ജനിച്ച തലമുറ ഏതാണ്? ആഭിചാരവും അന്ധകാരവും എല്ലാ വ്യഭിചാരവും ഉള്ള ഒരു പ്രാകൃത തലമുറയിൽ ജനിച്ച് എനിക്ക് ദൈവരാജ്യത്തിൽ പോകാൻ എന്തെങ്കിലും യോഗ്യത ഉണ്ടായിരുന്നോ? പ്രിയരെ, യേശുവിനെ തിരിച്ചറിയാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നോ? എന്നാൽ നിത്യനായ ദൈവം യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹം എന്ന് പറയുമ്പോഴേക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം വഴിഞ്ഞൊഴുകുന്നതായ മുഖം, ആർദ്രതയുള്ള കണ്ണുകൾ, എൻ്റെ ദൈവത്തിന് സ്തോത്രം, തേജസ് നിറഞ്ഞതായ കണ്ണുകൾ, വെള്ളോട്ടിന് സദൃശമായ കാലുകളുള്ള ജീവനുള്ള ദൈവം ഒരിക്കൽ വന്ന് വിളിച്ച ആ സ്വരം ഇന്നും എൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്നു. നിങ്ങളുടെ അനേകരുടെ ഹൃദയത്തിൽ നിൽക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, അന്ന് നാം വിശുദ്ധ മാതാവിനോടും വിശുദ്ധന്മാരോടും ചേർന്ന് ആ സ്വർഗീയ പളുങ്കുകടൽ നദീ തീരത്ത് യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിൽ കൃപയാൽ കടന്നു ചെല്ലുമ്പോൾ എല്ലാം കണ്ട് നാം അത്ഭുതത്തോടെ നിൽക്കുന്ന ആ സ്വർഗീയ നിമിഷം, ദൈവത്തിന് സ്തോത്രം, മാലാഖമാര് നമ്മെ അനേകർക്ക് പരിചയപ്പെടുത്തുന്നതായ ദിവസം, അപ്പോൾ സ്വർഗസിംഹാസനത്തിൽ നിന്ന് നാം ഇന്ന് യേശുവെ എന്ന് വിളിച്ചിരുന്ന കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. അന്ന് മുഖാമുഖമായി കാണുന്ന ആ ദിവസം, ദൈവത്തിന് സ്തോത്രം, ആ മുഖാമുഖമായി കണ്ടുകൊണ്ട് നമ്മുടെ യേശു എഴുന്നേറ്റ് നിന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, കാതിൽ മച്ചിയ കുണുക്കിട്ട വായിൽ മുറുക്കാൻ തുപ്പിയ അന്യ ബ്ലൂ ഫിലിം കണ്ടു നടന്നതായ ഈ മഹാഭാവിയെ യേശു എൻ്റെ മകനെ എന്ന് വിളിച്ചു വരുന്നതായ ആ സ്വർഗീയ ദിവസം അന്ന് നിത്യത തന്നിൽ ഞാൻ എത്തും. ആ സ്തുത്യപാദങ്ങൾ ഞാൻ മുത്തും. ഏതാണ് ആ സ്തുത്യപാദങ്ങൾ? 2000 കൊല്ലം മുമ്പ് ഗലീല നാട്ടിൽ നടന്ന ആ സ്തുത്യപാദങ്ങൾ മാത്രമല്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഈ വീടിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഈ ദൈവദാസൻ കരഞ്ഞപ്പോൾ, കടയിപ്പിലെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കരഞ്ഞപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ ഇവിടെ നിന്ന് കരഞ്ഞപ്പോൾ, ഹൃദയത്തിൽ വേദനിച്ച അനേകം ദൈവമക്കൾ, എൻ്റെ പ്രിയരെ, തല താണുപോയ ദൈവമക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലും കോളേജിലും പോയപ്പോൾ ലജ്ജ കൊണ്ട് തല താണുപോയ കാലമുണ്ട്. എന്നാൽ നിത്യനായ ദൈവം അന്നും നമ്മുടെ അരിയിലേക്ക് ഇറങ്ങി വന്നു, സ്തുത്യപാദങ്ങളുമായി വന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ വിശ്വാസത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, യേശുവിൻ്റെ കാലെടുത്ത് പ്രാർത്ഥനാ മുറിയിലേക്ക് വരുന്നത്. ഇവിടെ ആ ശബ്ദമല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത്? അവനിങ്ങനെ നടക്കുകയല്ലേ, അങ്ങുമിങ്ങും നടക്കുകയല്ലേ? പ്രിയപ്പെട്ടവരെ, നമുക്കത് മതി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വേറെ ഒന്നും പഠിച്ചില്ലേലും കുഴപ്പമില്ല, ഒരു പ്രസംഗമില്ലേലും കുഴപ്പമില്ല. യേശു യേശു എന്ന നാമം, ദൈവത്തിന് സ്തോത്രം. യാക്കോബ് തൻ്റെ അവസാന കാലയളവിൽ തൻ്റെ മൂത്ത മകനായ രൂബേനോട് പറഞ്ഞു, വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ല.
പ്രിയപ്പെട്ടവരെ, നാം ഒരു ശ്രേഷ്ഠ പദവിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ശ്രേഷ്ഠമായ ഒരു ജീവിതം, ശ്രേഷ്ഠമായ സ്വഭാവ വൈശിഷ്ട്യം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒന്ന് വായിക്കാമോ? പ്രിയപ്പെട്ടവരെ, നാം ആരെങ്കിലും ഈ വാക്കുകളെ പറയുന്ന നാം ആരെങ്കിലും ഏതെങ്കിലും കാലത്തൊരു ശ്രേഷ്ഠമായ സ്വഭാവം വേണമെന്നോ ഒരു ശ്രേഷ്ഠമായ ജീവിതം വേണമെന്നോ എന്നെങ്കിലും ഒരിക്കൽ ആഗ്രഹിച്ചവരാണോ? ഇല്ല, ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമുക്ക് വലിയൊരു കാഴ്ചപ്പാട് കിട്ടുന്നു. എൻ്റെ കർത്താവേ, എനിക്കൊരു ശ്രേഷ്ഠമായ സ്വഭാവം വേണം. ശ്രേഷ്ഠമായ സ്വഭാവം എന്ന് പറയുമ്പോൾ അതിൽ ലോകം നമ്മെ പൊക്കിക്കൊണ്ടു നടക്കുമെന്നല്ല പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനോട് പറഞ്ഞു, വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന്, ഒരു കാര്യത്തിൽ പോലും ഒരു തെറ്റ് ഉണ്ടെന്ന് പറയാൻ ഇല്ലാത്തവണ്ണം ജീവിക്കേണ്ടതിന്. ഞങ്ങൾ ഈ ഇടയ്ക്ക് കൂടുമ്പോൾ കൂടെ പറയുന്ന ഒരേ ഒരു കാര്യം അതാണ്. നമ്മിൽ ഉള്ളവർ സംശുദ്ധമായ ജീവിതം നയിക്കുന്നവരായിരിക്കണം. ദാനിയേൽ പ്രവാചകൻ എങ്ങനെയായിരുന്നു? വായിച്ചു കേൾക്കാം 6:3. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി. ദാനിയേൽ പ്രവാചകൻ ഉത്കൃഷ്ട മാനസനായിരുന്നു. അതിശ്രേഷ്ഠകരമായ സ്വഭാവ വൈശിഷ്ട്യമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ദാനിയേൽ പ്രവാചകന് അനേകം ശത്രുക്കളുണ്ടായി. നാം യഥാർത്ഥമായി ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ അനേകം ശത്രുക്കൾ നമുക്കുണ്ടാകും. നമ്മെ കുടുക്കുവാൻ ജോലി സ്ഥലത്തുള്ളവർ, നമ്മുടെ സമൂഹത്തിലുള്ളവർ, നമ്മെ ഏതെങ്കിലും തരത്തിൽ ഇടിച്ചു താഴ്ത്തി സംസാരിക്കാൻ അനേകർ ശ്രമിക്കും. പക്ഷെ അവിടെയെല്ലാം നമ്മുടെ കൂടെ ദൈവം കണ്ട ദൈവത്തിൻ്റെ മക്കൾ എപ്പോഴും കൂടെ ഉണ്ടാകും. ദാനിയേൽ പ്രവാചകൻ അനേകം ശത്രുക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും ശത്രുക്കൾ കാണുകയെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്ന് പറയത്തക്കവണ്ണം ആ കാലത്ത് ദാരിയാവേശ് രാജാവ് ദാനിയേൽ പ്രവാചകനെ സിംഹക്കുഴിയിലിട്ടു. ആ ഭാഗം വായിക്കുമ്പോൾ എന്നും ഉള്ളത്തിൽ ഒരു ചലനം വരും. പിറ്റേ ദിവസം രാവിലെ ദാരിയാവേശ് രാജാവ് സിംഹക്കുഴിയുടെ വാതിൽക്കൽ ചെന്ന് നിന്നിട്ട് ദാനിയേലിനോട് ചോദിച്ചു, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, ദൈവത്തിന് സ്തോത്രം, ഉത്കൃഷ്ട മനസ്സനായിരുന്നു. ഈ ദാനിയേൽ പ്രവാചകൻ ദാവീദ് രാജാവിൻ്റെ തലമുറയിൽ ജനിച്ച ഒരാളാണ്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളെ മക്കളെയും ചൊല്ലി കരവീൻ. ഇവിടെ യാക്കോബ് അത്യുന്നതമായ പദവിയിലേക്ക് എത്തി. യാക്കോബ് ആദ്യം രൂബേനെ വിളിച്ചു. മൂത്ത മകനാണ്, പക്ഷേ രൂബേൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് യാക്കോബിന് പ്രതീക്ഷയില്ല. കാരണം രൂബേനിൽ കർത്താവ് ദുഃഖിക്കുന്നു നിൽക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 4-ാം വാക്യം മുതലാണ്. അവിടെ ലേവിയെക്കുറിച്ച് പറയുകയാണ്. അടുത്ത മക്കളിലേക്ക് നോക്കി. അവരെ നോക്കുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് സന്തോഷകരമായ കാര്യങ്ങളല്ല. അത് വായിക്കുന്നതിന് മുമ്പ് ഒന്ന് ചോദിക്കട്ടെ, അല്ല ഞാനും പറയട്ടെ, എനിക്ക് 2 മക്കളുണ്ട്. നമുക്കെല്ലാം മക്കളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഞാൻ മരിക്കാൻ കിടക്കുന്ന ഒരു സമയം, ഞാൻ എൻ്റെ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് യേശുക്രിസ്തുവിൽ സന്തോഷിക്കാൻ തക്കവണ്ണം എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ എന്ന് ഞാൻ ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവീൻ. ഇപ്പോൾ നാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ എൻ്റെ 22-ാമത്തെ വയസ്സ് വരെയും പിന്നെ മാനസാന്തരപ്പെട്ടതിന് ശേഷവും എന്നിൽ വന്ന അനേകം പ്രകൃതങ്ങളെല്ലാം ഓർക്കുമ്പോൾ എൻ്റെ മക്കളിലേക്ക്, എൻ്റെ തലമുറയിലേക്ക് കടന്നു ചെല്ലാൻ സാധ്യതയുള്ളതെല്ലാം ഒന്നും നന്മകളല്ല, പലതും. എന്നാൽ അത് തിരുത്തിയെടുക്കാനുള്ളൊരു അവസരമാണ് ഈ കൃപയുടെ കാലം. ദാവീദിൻ്റെ ഒരു തലമുറയിൽ ജനിച്ച പ്രവാചകനാണ് ദാനിയേൽ പ്രവാചകൻ. ദാവീദ് ആ കാലത്ത് ഏറ്റവും മാരകമായ പാപം ചെയ്തു. ദൈവം ദുഃഖിച്ചൊരു പാപം ചെയ്തു. അതേ പാപം തന്നെ ദാവീദിൻ്റെ മകനായ അമ്നോൻ രാജകൊട്ടാരത്തിൽ ആ പാപം ചെയ്തു. പിതാക്കന്മാരുടെ അകൃത്യം, 3-ാമത്തെയും 4-ാമത്തെയും തലമുറകളെ സന്ദർശിക്കുന്നവൻ. എന്നാൽ അത് തലമുറകളിലേക്ക് പോകാതെ ദാനിയേൽ പ്രവാചകൻ്റെ കാലമായപ്പോൾ ദാനിയേൽ പ്രവാചകൻ്റെ പിതാവാരാണെന്നോ മാതാവാരാണെന്നും വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ആ ദാനിയേൽ പ്രവാചകൻ ആ തലമുറയിൽ
ഏറ്റവും ശ്രേഷ്ഠനായ ഉത്കൃഷ്ട മനസ്സനായ ഒരു യുവാവായി നിലകൊണ്ടു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് ഒത്തിരി പ്രാർത്ഥിക്കാനുണ്ട്. എനിക്കും പ്രാർത്ഥിക്കാനുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ തലമുറ, എൻ്റെ മക്കൾ, ദൈവത്തിന് സ്തോത്രം, എന്നിലില്ലാത്തത് എൻ്റെ മക്കൾക്ക് കിട്ടുമെന്ന് നാം പ്രതീക്ഷിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മക്കൾ ഇന്ന് പല രീതിയിൽ പല വഴിയിൽ അകന്നകന്ന് പോകുന്നതിന് കാരണം നാം ഒന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്, നാം ഒന്ന് തിരുത്തപ്പെടേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ലേവിയോട് യാക്കോബ് പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. സങ്കടത്തോടെ യാക്കോബ് പറയുകയാണ്, വായിച്ചു കേൾക്കാം. 49:4. ശിമെയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. ശിമെയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിന്റെ വാളുകൾ, ആയുധങ്ങൾ. എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ. എന്റെ ഉള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ. എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുതേ. എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുതേ. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു. തങ്ങളുടെ കോപത്തിൽ അവര് പുരുഷന്മാരെ കൊന്നു. തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരിയുടച്ചു. തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരിയുടച്ചു. അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത്. അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത്. ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. രണ്ട് മക്കളുടെ മുഖത്തേക്ക് നോക്കി യാക്കോബിന്റെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു. പക്ഷേ ആത്മാവിൽ നല്ല തെളിമയുള്ളതായ യാക്കോബ് ആത്മാവിൽ കാഴ്ച കാണുകയാണ്. ശിമിയോന് ലേവി അടുത്ത് വന്ന് നിൽക്കുമ്പോൾ, എൻ്റെ ഉള്ളമേ അവിടെ മന്ത്രണത്തിൽ കൂടരുതേ, അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പനിരുന്ന് കരയുന്നു. പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, അവരുടെ പാപം സാഹസം, എടുത്തിയാട്ടം. 2, രഹസ്യമായ ചർച്ചകൾ, രഹസ്യ യോഗങ്ങൾ. 3, കോപം. 4, ശാഠ്യം. വീണ്ടും 5, ഉഗ്രകോപം. വീണ്ടും കഠിനക്രോധം. പിന്നെ കാപട്യം. കാപട്യം എന്നുള്ള വാക്ക് വരുന്നത് ഉൽപ്പത്തി 34:23 വായിക്കാം. അവര് വളരെ കാപട്യം നിറഞ്ഞതായ വാക്കുകളോടെ അവിടെ ആ ദേശത്ത് സംസാരിക്കുന്ന നമുക്ക് വായിക്കാൻ സാധിക്കും. എന്തെല്ലാം പാപങ്ങളാണ് ഈ ലേവിക്കും ശിമെയോനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങളായി മാറി. ഒരിക്കലും സാഹസം നാം കാണിക്കരുത്. പത്രോസിയെ കുറിച്ച് പറയുമ്പോൾ നാം പറയുമല്ലോ, പത്രോസ് വാൾ എടുത്ത് ചാടി ആ കാവൽക്കാരൻ്റെ ചെവി അറുത്ത് കളഞ്ഞു എന്ന്. എടുത്തിയാട്ടം ഒരിക്കലും പാടില്ല. ദൈവത്തിന് സ്തോത്രം. എടുത്തിയാടി ഒരു വാക്ക് പറയരുത്. ഇവര് സാഹസമുള്ളവരായിരുന്നു. എടുത്തിയാടി കോപിക്കുന്നവർ, എടുത്തിയാടി ക്രോധിക്കുന്നവർ. അവര് രഹസ്യമായി ചർച്ച നടത്തുന്നു. എന്തിനാണ് ചർച്ച നടത്തുന്നത്? എങ്ങനെയും ആ ദേശത്തുള്ളവരെ നശിപ്പിക്കണം. ശരിയാണ്, അവർ നോക്കുമ്പോൾ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. അവരുടെ സഹോദരിയോട് വളരെ മോശമായൊരു പ്രവൃത്തി ചെയ്തതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇവർ ചെയ്യുന്നതെങ്കിലും ഒരു ദേശത്തെ മുഴുവൻ അവർ വാളുകൊണ്ട് കൊന്നുകളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും കർത്താവ് പ്രസാദിക്കുന്ന കാര്യമല്ല ഇത്. അവരത് വീട്ടിലിരുന്ന് രഹസ്യമായി ചർച്ച ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ആരെങ്കിലും നശിപ്പിക്കാൻ രഹസ്യമായി ചർച്ചകൾ ചെയ്തിട്ടുണ്ടോ? രഹസ്യ യോഗങ്ങൾ കൂടിയിട്ടുണ്ടോ? മനസ്സിൽ പല്ലും വരുന്നൊന്നും പരസ്യമായി പറയുന്നില്ല. ഒരാളെ നശിപ്പിക്കാൻ, ഒരു കൂട്ടായ്മയെ നശിപ്പിക്കാൻ രഹസ്യ യോഗങ്ങളും രഹസ്യ ചർച്ചകളും നടത്തിയ അനേകം ആളുകളുണ്ട്. എന്നാൽ അതൊരിക്കലും ദൈവം പ്രസാദിക്കുന്നതല്ല. അന്ന് നിനവേ എന്ന് പറയുന്ന ദേശം നശിക്കാൻ വേണ്ടി യോനാ പ്രവാചകൻ കാത്തിരുന്നു. ദൈവത്തിന് വേണമെങ്കിൽ അവരെ നശിപ്പിക്കാൻ പാടില്ലേ? പക്ഷെ ദൈവത്തിൻ്റെ ഭാവം എന്തായിരുന്നു? ഇടം കൈയും വലം കൈയും തിരിച്ചറിയാത്ത 1,20,000 ചെല്ലുവാനും ജനത്തോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന്. പ്രിയപ്പെട്ടവരെ, നാം ഒരു കൂട്ടായ്മയിൽ വന്നിരുന്ന് അനുഗ്രഹത്തോടെ ദൈവത്തിൻ്റെ വചനം കേട്ടു പോകുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള അനേകം ക്രൈസ്തവരുണ്ട്. അവർ പെരുന്നാളിന് DJ പാർട്ടിയും മദ്യപാനവും പോത്തും വെട്ടും ഈ സിനിമയും സീരിയലും കയ്യിൽ പച്ചകുത്തിയും എല്ലാം നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു തലമുറയെ കണ്ട് നാം അവരെ വിധിക്കുകയല്ല വേണ്ടത്. നമുക്കവരുടെ അയ്യോ ഭാവം തോന്നണം. എൻ്റെ കർത്താവേ, ഇടം കൈയും വലം കൈയും തിരിച്ചറിയാതെ പോകുന്ന ഈ ജനത്തിന് ദൈവത്തിൻ്റെ വചനം കൊടുക്കാൻ എൻ്റെ കയ്യിൽ നീ വചനമെന്ന വാള് തരണമേ എന്ന്. വചനമെന്ന വാള് പിടിക്കുന്നതും സൂക്ഷിച്ചു വേണം. വെറുതെ ഒരു വചനം കേട്ടു ഒരു മദ്യപാനം മാറി ഒരു മാനസാന്തരം കിട്ടി പെട്ടെന്നൊന്നും ചാടി എഴുന്നേറ്റ് വചനമൊന്നും കയ്യിലെടുത്തേക്കരുത്. കാരണം അത് നമുക്ക് തന്നെ മുറിയും. ഇരുവായത്തിലുള്ള വാളാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ശിമിയോന്റെയും ലേവിയുടെയും സ്വഭാവം ശപിക്കപ്പെട്ട സ്വഭാവമായിരുന്നു. പക്ഷേ അവർക്കൊരു ഭാഗ്യം കിട്ടി. എന്താണെന്നറിയാമോ? അപ്പൻ്റെ നാവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ടപ്പോൾ ഞാൻ
ഞാൻ ഭാവനയിൽ പറയട്ടെ, ശിമിയോനും ലേവിയും ഇങ്ങനെ തല താഴ്ത്തി കണ്ണിറക്ക അടച്ചു പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്നു. ശരിയാണപ്പോ, ഞങ്ങൾക്കന്ന് തെറ്റ് പറ്റിയെന്ന് അവരുടെ ഉള്ളം അംഗീകരിച്ചു. കാരണം പിൽക്കാലത്ത് മോശയുടെ കാലം വന്നപ്പോൾ ജനമെല്ലാം താങ്ങൾക്ക് തോന്നിയതുപോലെ നടന്ന സമയത്ത് മോശ വിളിച്ചു ചോദിച്ചു, യഹോവയുടെ പക്ഷത്തുള്ളവർ എൻ്റെ അടുക്കലേക്ക് വരട്ടെ എന്ന്. അപ്പോൾ നമുക്ക് കാണുന്നുണ്ട്, തിരുവചനത്തിൽ കാണുന്നുണ്ട്, ലേവി ഗോത്രമെല്ലാം മോശയുടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ അവരടുത്ത് വന്നു. പിന്നെ ലേവി ഗോത്രത്തെയാണ് കർത്താവ് തൻ്റെ വേല ഭരമേൽപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ കാലങ്ങൾ ഭാഗ്യമാണ്. എന്താണ്? തിരുത്തൽ കിട്ടുന്നത് ഭാഗ്യമാണ്, പാപം ചൂണ്ടിക്കാണിച്ച് കിട്ടുന്നത് ഭാഗ്യമാണ്. അത് തന്നെയാണ് നടക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം വന്ന് നമ്മുടെ പാപം ചൂണ്ടിക്കാണിച്ച് തരുമ്പോൾ, തിരുത്തലുകൾ പറഞ്ഞു തരുമ്പോൾ തല താഴ്ത്തി വിനയപ്പെട്ട് യെസ് ലോർഡ്, അതേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് തല താഴ്ന്നു നോക്കി വിങ്ങിപ്പൊട്ടി നിൽക്കാം. യേശുവേ, കുറ്റബോധത്തിൻ്റെ ആത്മാവിനെ കഴുകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ, പെന്തക്കോസ്തിയിൽ ആളിക്കത്തിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ, ലേവി ഗോത്രത്തിൻ്റെ ഹൃദയനുറുക്കം കണ്ട് അവരെ കഴുകിയെടുത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും എനിക്കുള്ള സകലത്തെയും സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മെ കഴുകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ കഴുകട്ടെ, ഇന്ന് നമ്മെ തീ പിടിപ്പിക്കട്ടെ. ലേവി ഗോത്രത്തിന് ശുദ്ധീകരണത്തിന് വനം കിട്ടിയതുപോലെ, യേശുവേ, എൻ്റെ പാപം എന്താണ്? എൻ്റെ കോപമാണോ, ശാഠ്യമാണോ, സാഹസമാണോ, എടുത്തിയാട്ടമാണോ, എൻ്റെ സിനിമയാണോ, എൻ്റെ അശുദ്ധിയാണോ, അന്യയുടെ മോഹമാണോ, ഏതാണ് കർത്താവേ? എല്ലാം ഞാൻ മാറ്റിക്കൊള്ളാം, ഞാൻ തിരുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, തീ കത്തിക്കുക, എന്നിൽ തീ കത്തിക്കുക. കർത്താവേ, പണ്ടൊരു കാലത്ത് മോശ കണ്ടതായി അതേ തീ ഇപ്പോൾ എൻ്റെ മേൽ വന്ന് കത്തണമേ. എന്നെയും എനിക്കുള്ള സകലത്തെയും ഞാനിതാ യാഗമായി അർപ്പണം ചെയ്യുന്നു. കർത്താവേ, എനിക്ക് സമാധാനത്തോടെ മരിക്കണം, എൻ്റെ മക്കൾ വിശ്വാസികളായി ജീവിക്കുന്ന എനിക്ക് കാണണം, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ദൈവരാജ്യത്തിലെത്തണം. അതിന് ഞാനൊരാൾ യേശുവേ, നീ പ്രസാദിക്കുന്നത് പോലെ ജീവിക്കുവാൻ ഇപ്പോൾ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവരുടെ മേലേക്കാണ് കർത്താവിൻ്റെ കൃപ പകരുന്നത്. ആ കൃപയ്ക്കായി കാത്തിരിക്കാം. തീ ആളി കത്തിക്കൊണ്ടിരിക്കട്ടെ, തീ പകർന്നുകൊണ്ടിരിക്കട്ടെ, നമ്മെ കത്തുപിടിപ്പിക്കട്ടെ, പാവബന്ധനങ്ങൾ അഴിയട്ടെ, പാമ്പുകൾ ഇറങ്ങി ഓടട്ടെ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ രക്തം വന്ന് നമ്മെ കാവൽ ചെയ്ത് നിൽക്കട്ടെ.